എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഷിനോ ഡാനിയൽ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഡാർക്ക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിക്കാം. ആദ്യം തന്നെ നമ്മുടെ ഫോട്ടോയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് Ctrl G അമർത്തുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് പുതിയ ലെയർ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഈ ഫോട്ടോയുടെ ഇച്ചിരി എക്സ്പോഷർ ഒന്ന് കൂട്ടിയെടുക്കണം. അതിനായിട്ട് ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ചെയ്യുക. ക്യാമറ ഫിൽറ്റർ ഓപ്പൺ ചെയ്യുക. ക്യാമറ ഫിൽറ്ററിനെ കുറിച്ച് കൂടുതൽ നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഈ ഡാർക്ക് എഫക്റ്റിൽ ക്യാമറ ഫിൽറ്ററിന് ചെറിയൊരു പങ്കുള്ളൂ, എങ്കിലും അത് തീരെ ചെറുതല്ല. ക്യാമറ ഫിൽറ്ററിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പോഷർ ഇത്തിരി കൂട്ടുക. കാരണം നമ്മുടെ ഫോട്ടോ ഫേസിൽ ഇത്തിരി കൂടി ലൈറ്റ് കൊണ്ടുവരാനായിട്ട്, ഫേസ് ഇത്തിരി ഡാർക്കായിട്ട് ഫോട്ടോയിലിരിക്കുന്നത്, അപ്പോൾ ഇത്തിരി ഷാഡോ കൂട്ടുക. അതുപോലെ തന്നെ എക്സ്പോഷർ കൂട്ടുക. ഡാർക്ക്നെസ് വൈറ്റ്നെസ് ഇത്തിരി കുറച്ചിട്ടോ, അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി ശരിയാക്കാനായിട്ടാണ്. ഓക്കെ, ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ വരുത്തുക. ഞാനിതിൽ അധികം വരുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വരുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ലെയറിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ബാക്കി എഫക്റ്റുകൾ വരുമ്പോൾ ഒക്കെ ഒരുപോലെ തന്നെ. ഇതിൽ കണ്ട പോലെയൊക്കെ തന്നെ നിങ്ങൾ ക്യാമറ റോ ഫിൽറ്ററിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായില്ലേ? ദെൻ ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ക്യാമറ റോ ഫിൽറ്റർ സെറ്റായി. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. കർവ്സ് എന്നുള്ള എടുക്കുക. നമ്മുടെ ലൈറ്റ് ഇത്തിരി കൂടി മേളിൽ കണ്ട ലൈറ്റ് ലോ ആണ്. ആ ലൈറ്റിന് ഇത്തിരി കൂടി നമുക്ക് ഡാർക്ക് ആക്കണം. താഴേക്ക് അത് വലിക്കുക. നമ്മുടെ ഫോട്ടോ ഡാർക്കായി വരണമില്ലേ? ഓക്കെ, ഇനി കുറച്ച് ലൈറ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഇത്തിരി നമ്മുടെ ഒരു ലേശം ഫെയ്ഡ് എഫക്റ്റ് കിട്ടാനായിട്ടാണ്. അത് നമ്മുടെ ഫോട്ടോയ്ക്ക് ഇത്തിരി ഉപകാരമായിരിക്കും. ഓക്കെ, ദെൻ അതിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയൻറ്റ് ടൂൾ എടുക്കുക. നമുക്ക് ഫേസിലൊന്നും അത്രയ്ക്ക് ഡാർക്ക് വേണ്ട, ആകെ ഫേസ് കാണാൻ പറ്റാത്ത രീതിയിലായില്ലേ. അപ്പോൾ ലെയർ ഗ്രേഡിയൻറ്റ് ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഒരു ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്ത് ആ ഫേസ് ഒന്ന് ക്ലിയർ ചെയ്യുക. ബ്രഷ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ എപ്പോഴും ബ്ലാക്ക് ആയിരിക്കണം. കാരണം നമ്മുടെ ലെയർ എന്നുള്ളത് വൈറ്റ് ആണ്, സോ അത് ബ്ലാക്ക് ആയിരിക്കണം. ദെൻ സെലക്റ്റീവ് കളേഴ്സ് എടുക്കുക. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡലിനൊന്ന് വെളുപ്പിക്കാനായിട്ടാണ്. ഓക്കെ, സെലക്റ്റീവ് കളേഴ്സ് എടുത്ത് അതിൽ റെഡ് കളറും ഇത്തിരി കുറയ്ക്കുക, ബ്ലാക്ക് എന്നുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ യെല്ലോയുടെയും ബ്ലാക്ക് എന്നുള്ള ഓപ്ഷൻ ഇത്തിരി കുറയ്ക്കുക. അപ്പോൾ നമുക്ക് മോഡലിന് വെളുത്ത് കിട്ടും. ഓക്കെ, ഇതൊന്നും ഞാൻ കൂടുതൽ പറയാണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഇതിൽ ചെയ്യുന്നത്. മെയിനായിട്ട് ഞാൻ ഫോട്ടോയിൽ ചെയ്യുന്നത് ലെയർ വെച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ലെയർ വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കതിനെ ഒരു ലെയർ ഇപ്പോൾ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഇപ്പോൾ ഇത് ഗ്രേഡിയൻറ്റ് ലെയർ എടുക്കുന്നു. അതിൽ നിന്ന് ഞാനൊരു ഗ്രേഡിയൻറ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്രേഡിയൻറ്റ് എടുക്കുന്നു. അപ്പോൾ ഇത്തിരി കൂടി ഫോട്ടോ ഒന്ന് ഡാർക്കായി നമുക്ക് കിട്ടും. അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നമ്മൾ മാറ്റുക സോഫ്റ്റ് ലൈറ്റ് എന്നുള്ളതിലേക്ക്. ലേശം ഒപ്പാസിറ്റി കുറച്ചേക്കുക. നമുക്ക് വലിയ ഗ്രേഡിയൻ്റ് എഫക്റ്റ് വേണമെന്നില്ല, കാരണം അധികമായാലും അത് പ്രശ്നമാണ്.
ഇനി അടുത്ത് ഞാൻ കളർ ബാലൻസ് എന്നുള്ള ഓപ്ഷനാണ് എടുത്തത്. ആ ഫോട്ടോയുടെ എൻ്റെ മൊത്തത്തിലുള്ള കളറിനെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നു, അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുന്നു. ഓക്കെ, ഞാനീ ചെയ്യുന്നത് നിങ്ങൾക്ക് അധികം പറയാണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ജസ്റ്റ് ഫോട്ടോഷോപ്പ് ഒന്ന് കൈകാര്യം ചെയ്ത് ഒന്ന് പരിചയമുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ ഡാർക്ക് എഫക്റ്റ് ഒക്കെ. ഇനി എക്സ്പോഷർ എന്നുള്ള ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. എക്സ്പോഷർ നമ്മൾ ഇത്തിരി ഒന്ന് കുറയ്ക്കുക, ഫോട്ടോയുടെ എക്സ്പോഷർ കുറച്ച് ഇത്തിരി ഒന്ന് ഡാർക്കാക്കുക. ഇതിലിപ്പോൾ ഈ ഫോട്ടോയിൽ നമുക്ക് നോക്കിയാൽ കാണാം ഇഷ്ടം പോലെ ഡീറ്റെയിൽ ഈ ഫോട്ടോയിലുണ്ട്. ഇനി വൈബ്രൻസ് കൂട്ടുമ്പോൾ ഫോട്ടോയ്ക്ക് ഇത്തിരി കൂടി ഒന്ന് നമുക്ക് അട്രാക്റ്റീവ് ആവും, ഫോട്ടോ ഇത്തിരി കൂടി കളർ കൂടും. ഓക്കെ, വീണ്ടും നമുക്കൊരു കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കർവിൻ്റെ ഇത് മാറിയിട്ടുണ്ട്. ഓക്കെ, ആ ഫെയ്ഡ് ഇത്തിരി കൂടി ലൈറ്റിലോടത്ത് ലൈറ്റ് കൂട്ടുക, ഈ സൈഡ് ഇത്തിരി കൂടി ഡാർക്ക് ആക്കുക. അവിടെ ലൈറ്റ് കൂടിയിരിക്കണം, ആ കർവിൻ്റെ ഇത് നമുക്ക് കാണുമ്പോൾ അറിയാലോ. അവിടെ ഇത്തിരി കൂടി ഡാർക്ക് ആക്കുക. ഇനി ബ്ലൂ കർവ്സിൽ ബ്ലൂ എടുക്കുക, അത് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ ഇത്തിരി കൂടി ഒരു വെറൈറ്റി കളറ് ഫുള്ള് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ബ്ലൂവിൻ്റെ ആ ലൈറ്റ് കുറഞ്ഞ ഭാഗത്ത് ബ്ലൂ ഇത്തിരി ലൈറ്റ് കൂട്ടുക. അതുപോലെ തന്നെ ലൈറ്റ് കൂടിയിരിക്കുന്ന ഭാഗത്ത് ലൈറ്റ് ഇത്തിരി കുറയ്ക്കുക. ഇതിന് അതുപോലെ തന്നെ റെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇത്തിരി കൂടി ഗ്രീനിഷ് കൊണ്ടുവരാം റെഡ് കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ എക്സ്ട്രാ ഡാർക്ക് ഇപ്പോൾ നമുക്ക് ഫേസ് ഒന്നും കാണാനില്ല മോഡലിൻ്റെ. അപ്പോൾ അതൊന്ന് ആ ലെയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രേഡിയൻ്റ് ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിടുക. കണ്ടില്ലേ, ഇതേപോലെ തന്നെ. അപ്പോൾ ഫേസ് ഇത്തിരി കൂടി ക്ലിയർ ആയി. ഇനി നമുക്ക് ബ്രഷ് ഇത്തിരി ഒപ്പാസിറ്റി കുറയ്ക്കാം. വേണമെങ്കിൽ ബ്രഷ് ടൂൾ എടുത്ത് ആ മോഡലിൻ്റെ ഫേസ് ഒന്ന് ക്ലിയർ ആക്കാം. ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇതിൽ ആവശ്യമുള്ളതല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. ഇങ്ങനെയാണ് ലെയർ ക്രിയേറ്റ് ചെയ്ത്. ഇതിന് നിങ്ങൾക്ക് ഇനി ഫോട്ടോയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താവുന്നുള്ളൂ. സിമ്പിൾ കാര്യമാണ്. ഓക്കെ, ഇത്രയും ചെയ്തൊക്കെ ഉണ്ടല്ലോ. ഇനി ഈ എല്ലാ ലെയറിലെയും നമുക്കൊന്ന് മെർജ് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ഇത്ര നേരം ചെയ്ത എല്ലാ ലെയറും സെലക്ട് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക് മെർജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം സെലക്ട് ചെയ്തിട്ട് Ctrl E പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ലെയറും മെർജ് ആയി കിട്ടും. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ ഫാസ്റ്റായിട്ട് മെർജ് ആകും. ഇതിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഇത്തിരി സ്ലോ ആണ്. മെമ്മറിയൊക്കെ ഫുള്ളായി തരണം, സിസ്റ്റത്തിന് സ്ലോ ആയി തുടങ്ങി. മാക്കൊക്കെയാണ് കട്ട സ്പീഡ് ഔട്ടാ. ഓക്കെ, നമ്മുടെ ഇത് മെർജുണ്ട്. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് കണ്ടില്ല, ആ ഡിഫറൻസ് നൈസ് ആയിട്ടില്ല. ഇനി ഒന്നുകൂടി ക്യാമറ ഫിൽറ്റർ എടുക്കാം. അതിൽ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്യാം. എൻ്റെ ഒരു ഫോട്ടോ സിമ്പിളായിട്ട് ഒന്നും കൂടി ക്യാമറ ഫിൽറ്ററിൽ ഒന്ന് നീല കളർ കളഞ്ഞിട്ട് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ബ്ലൂ കളറില്ലേ, ആ സൈനും ബ്ലൂവും ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. ബ്ലൂ കളേഴ്സ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കളയണമെങ്കിൽ കളയാം.
ആഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ ബ്ലൂ ആഡ് ചെയ്യണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മാറ്റങ്ങൾ കണ്ടില്ലേ. ഒരു എക്സ്പോഷർ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ആവശ്യമാണ് നിങ്ങളുടെ ഡീറ്റെയിൽസിനെയൊക്കെ കളയാനായിട്ട്. കണ്ട ഒന്ന് ഫെയ്ഡുമായി, അത്യാവശ്യം ഡാർക്കുമായി. ആ ഫേസിലെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷ് ടൂളോ എടുത്തിട്ടൊന്ന് റബ്ബ് ചെയ്തുകൊണ്ട് കളഞ്ഞേക്കുക. സിമ്പിൾ, പരിപാടി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈറ്റ് കൊടുക്കാം ഫോട്ടോയിൽ. ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു യെല്ലോ കളറോ ഓറഞ്ച് കളറോ ഒരു ലൈറ്റ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അത് നിങ്ങൾ ഫോട്ടോനെ ഡിസൈൻ ചെയ്യുന്ന ഇതിനനുസരിച്ചാണ്. വെറുതെ ഒരു ബ്ലാങ്ക് ലെയർ ക്രിയേറ്റ് ചെയ്യുക, ബ്രഷ് ടൂൾ എടുക്കുക, ആ ബ്രഷ് ടൂളിൽ കളറ് സെലക്ട് ചെയ്യുക, വെറുതെ ഒരു ഡോട്ട് എവിടെയെങ്കിലും ഒന്ന് ഇടുക. ആ ഡോട്ടിന് ശേഷം ആ ലെയറിൻ്റെ ബ്ലെൻഡിങ് മോഡ് സ്ക്രീൻ എന്നുള്ള ആക്കുക. സ്ക്രീൻ എന്നുള്ളതാക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം അത് വലുതാക്കാം. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുക. അപ്പോൾ അത് കുറച്ച് വൃത്തിയിലൊക്കെ സംഭവം സെറ്റായി കിട്ടും. ആവശ്യത്തിന് വലുതാക്കി എവിടെ പ്ലേസ് ചെയ്യേണ്ടത് നോക്കുക. നമുക്ക് ആവശ്യമില്ലാത്ര വെച്ചിട്ട് കാര്യമില്ലല്ലോ. എവിടെ വെച്ചാലാണ് അത്, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോൻ്റെ ഭംഗി ആയാലും. ഓക്കെ, വയ്ക്കുക, ഒപ്പാസിറ്റി കുറയ്ക്കുക. ഇനി Ctrl U പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എടുത്ത് വേണമെങ്കിൽ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ബ്ലൂ നമുക്ക് ഓറഞ്ച് ഇഷ്ടമായില്ല, വേണമെങ്കിൽ ബ്ലൂ ആക്കണം, അല്ലെങ്കിൽ യെല്ലോ ആക്കണം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ ഫോട്ടോ ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ ഇഷ്ടംപോലെ ഡീറ്റെയിൽ ഉണ്ട്, നല്ല കിഡ് ഫോട്ടോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.